ഹലോ. എന്താ പരിപാടി? ഫോൺ ബെല്ലടിക്കാൻ കുറെ നേരമായല്ലോ. ചുമ്മാ നോണ പറയാതെ രവിയേട്ടാ. ആകെ 2 ബെല്ലടിച്ചു. മൂന്നാമത്തെ ഞാൻ എടുക്കുകയും ചെയ്തു. താനവിടെ എന്താ ചെയ്യുന്നേ? ഒന്നും മിണ്ടാനും പറയാനും കൂടെ ഇവിടെ ആരുമില്ല. ആകെ ബോറടി. നല്ല ഭാര്യമാരൊക്കെ അങ്ങനെ. പകല് കാര്യമായിട്ട് പണിയൊന്നും കാണുകയില്ല. പിന്നെ രാത്രി നല്ല വാക്കൊന്നും നാക്കിന്ന് വരത്തില്ലേ? അത് പിന്നെ നല്ല കാര്യമല്ലേ? അല്ല പിന്നെ അതുകൊട്ടെ, ഞാനിന്ന് 5 മണിക്ക് അവിടെ വരും. നോണ. അതേടോ, നമ്മൾ രണ്ടുപേരും കൂടെ ഇന്ന് യേശുദാസിന്റെ ഗാനമേള കേൾക്കാൻ പോകുന്നു. ഇപ്പൊ തന്നെ 4:30 ആയല്ലോ. നേരാണ് രവിയേട്ടാ. ഭർത്താവിനെ വിശ്വസിക്കൂ കുട്ടി. ഒരു ചെറിയ പണിയും കൂടെ ചെയ്തു തീർത്തു കഴിഞ്ഞാൽ ഞാൻ സ്വയം അവിടെ എത്തും. ദൈവത്തെ ഓർത്ത് താനത്ത് കുളിച്ച് റെഡിയായിട്ട് നിൽക്കണേ. ഗുഡ് ഈവനിങ് മേഴ്സി. സോറി, മിസ്സസ് മേഴ്സി രവിവർമ്മ. അജിത്തിനെ ഇങ്ങോട്ടൊന്നും കാണാനില്ലല്ലോ. വരൂ. സമയം കിട്ടണ്ടേ? അവിടെ പത്രത്തിലാണെങ്കിൽ ഒരു 100 കൂട്ടം പണിയാ. അതിനിടയ്ക്ക് ഉത്തരേന്ത്യയിൽ ഉദരഞ്ഞെടുത്തു. ഒരാഴ്ച അവിടെയായിരുന്നു. ഞാൻ ഇന്ന് വന്നേ ഉള്ളൂ. അജിത്ത് ഇരിക്കൂ, ഞാൻ പോയി കുടിക്കാൻ എന്തെങ്കിലും കൊണ്ടുവരാം. വേണ്ട വേണ്ട, ഒന്നും വേണ്ട. രവി ഇപ്പൊ വരില്ലല്ലോ. അരമണിക്കൂറിനുള്ളിൽ വരും. എന്താ? അരമണിക്കൂർ നല്ലൊരു ഗ്യാപ്പാ. ഈ ഫോട്ടോ എങ്ങനെയാണ് നോക്ക്. എങ്ങനെയുണ്ട്? നന്നായില്ലല്ലേ? അതെ, ആരുമില്ലാത്തപ്പോ ലൈറ്റപ്പ് ഒക്കെ ചെയ്ത് നല്ല പോസ് ചെയ്തെടുത്താല് പടം നന്നാവും. അല്ലാതെ ഡ്രസ്സിംഗ് റൂമില് അത് ആളറിയാതെ പടം എടുക്കാന്ന് വെച്ചാ വലിയ പാടാ. നിങ്ങൾ എന്തിനാ ഇപ്പോ ഈ പടവും കൊണ്ട് ഇവിടെ വന്നത്? മേഴ്സിയെ കാണിക്കാൻ. പിന്നെ രവിയെ ഇത് കാണിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് മേഴ്സിയാ. കാണിക്കണോ? അത് മേഴ്സിയുടെ വിവരക്കേട് കൊണ്ട് പറയുന്നതാണെന്ന് എനിക്കറിയാം. ഈ ഫോട്ടോ കീറിക്കളഞ്ഞാലും നെഗറ്റീവ് എന്റെ കയ്യിലില്ലേ? ആ, വളച്ചുകെട്ടില്ലാതെ കാര്യം ഒന്ന് പറയാം. ഞാൻ ആഗ്രഹിച്ചതൊന്നും എന്റെ കൈവിട്ട് പോയിട്ടില്ല, നീ ഒഴികെ. രവിവർമ്മയുടെ ഭാര്യയായി ആയുഷ്കാലം മുഴുവൻ നിനക്കിവിടെ കഴിയും. പക്ഷേ ഒരു ദിവസം, ഒരൊറ്റ പ്രാവശ്യം, എന്താ മനസ്സിലായില്ലേ? ഒരു ചാട്ടത്തിന് നോ എന്നൊന്നും കയറി പറയണ്ട. നല്ലോണം ആലോചിച്ച് മറുപടി പറഞ്ഞാൽ മതി. ഉത്തരം നോ എന്നാണെങ്കിൽ ഓർത്തോളൂ. ഈ ഫോട്ടോസ് എല്ലാം രവിവർമ്മ കാണും. രവിവർമ്മ മാത്രമല്ല, ഈ നാട്ടുകാർ മുഴുവനും. ആ, രവി ഒന്നെന്ന് തോന്നുന്നു. തൽക്കാലം ഈ ഫോട്ടോസ് ഒന്നും രവി കണ്ടല്ലേ? താനത് എവിടെയാണോ? മധ്യപ്രദേശത്തെ കണ്ടു കിടന്ന് ചത്തുപോയെന്നാണല്ലോ പത്രക്കാർ പറയുന്നത്. ഞാനൊന്ന് ചത്ത് കിട്ടാൻ ആഗ്രഹിക്കുന്ന പലരും ഉണ്ട് ഇവിടെ. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? വിശേഷം തനിക്കല്ലേ ഉള്ളൂ. ഒക്കെ വിശദമായി ചോദിച്ചറിയാമെന്ന് വിചാരിച്ചു വന്നതാ. ഇയാൾക്ക് ചായ കൊടുത്തില്ലേ? ഓ വേണ്ട, താനുണ്ടെങ്കിൽ ഒന്ന് കണ്ടിട്ട് പോകാന്ന് കരുതി. അപ്പൊ മിസ്സിസ് പറഞ്ഞു വരാൻ വൈകുമെന്ന്. ഞാൻ 5 മണിക്ക് വരുമെന്ന് ഇവിടെ പറഞ്ഞില്ലേ? അല്ലേ, അത് ആശാന്റെ 5 മണി എന്നൊക്കെ പറഞ്ഞ പഴയ കണക്കില്. ആ പഴയ കണക്കൊക്കെ പോയി, ഇപ്പൊ പുതിയ കണക്കാണ് അല്ലേ മെസ്സി? ഞങ്ങൾ യേശുദാസിന്റെ ഗാനമേള കേൾക്കാൻ പോകുന്നു. താൻ വരുന്നോ? വരുന്നില്ല. ടിക്കറ്റ് 2 പേർക്കല്ലേ ഉള്ളൂ. തനിക്ക് അവിടെ ചെന്നിട്ട് എടുക്കാമല്ലോ. വേണ്ട, ഫോർമാലിറ്റീസിന് നന്ദി. ഹാവ് എ വെരി നൈസ് ഈവനിങ്. ഗുഡ് ബൈ. ചെല്ലു റിയേ. എന്താ രവിയേട്ടാ? തനിക്കിത് എന്ത് പറ്റി? ഒന്നുമില്ല. നോ, സംതിങ് റോങ്. പ്രോഗ്രാമിന് പോയപ്പോഴേ ഞാനത് ശ്രദ്ധിച്ചു. ആകെ ഒരു മൂടവിട്ട്. ഒന്നുമില്ലെന്നേ, രവിയേട്ടന് വെറുതെ തോന്നുന്നതാ. അല്ല, മുഖം കണ്ടാൽ അറിയാമല്ലോ. കുറെ ദിവസമായില്ലേ ഞാൻ ഈ മുഖം കാണാൻ തുടങ്ങിയിട്ട്. വീട്ടിലെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? പണത്തിനോ മറ്റോ? എന്ത് വിഷമുണ്ടെങ്കിലും മേഴ്സിക്ക് എന്നോട് തുറന്നു പറയാം.
ഞാൻ നിങ്ങളുടെ വീട്ടിലുള്ളവരാരെയും കണ്ടിട്ടില്ലെങ്കിലും അവർക്ക് ഞാൻ അന്യനൊന്നുമല്ലല്ലോ. ഒന്നുമില്ല രവിയേട്ടാ. ഉറപ്പാണല്ലോ? ഹലോ. ആ, ആളാരാണെന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. ഇന്നലെ രാത്രി മുഴുവൻ ഞാൻ സ്വപ്നം കാണുകയായിരുന്നു. സ്വീറ്റ് ഡ്രീംസ്. രാവിലെ എഴുന്നേറ്റിട്ടും എന്റെ ഹാങ് ഓവർ മാറിയിട്ടില്ല. ആ, എന്താ ഒന്നും മിണ്ടാത്തത്? അല്ലെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഫോണിലൂടെ പറയാനേ കൊള്ളത്തില്ല. വൃത്തികേട്. ഞാൻ അങ്ങോട്ട് വന്ന് സ്വകാര്യമായി പറയാം. അജിത്, ഞാൻ നിങ്ങളുടെ കാല് പിടിക്കാം. എന്റെ ജീവിതം തകർക്കരുത്. അയ്യോ, ജീവിതം തകരാതിരിക്കാനുള്ള മാർഗമല്ലേ ഞാൻ പറഞ്ഞു തരുന്നത്. ഇപ്പൊ മേഴ്സിക്ക് പറ്റില്ലെന്ന് പറഞ്ഞു വെച്ചു. പിന്നെ എനിക്ക് ജോലിയാവും. ആ നെഗറ്റീവ് എല്ലാം എടുത്ത് പ്രിന്റ് ഇടണം, രവിവർമ്മയെ കാണിക്കണം. അതൊക്കെ വലിയ മെനക്കെടാ. അജിത് പ്ലീസ്. ആ, അതാ ഞാൻ പറഞ്ഞത്. ഒന്നുകിൽ ഞാൻ അങ്ങോട്ട് വരാം, അല്ലെങ്കിൽ താൻ ഇങ്ങോട്ട് വാ. ഞാന് ഹോട്ടൽ ഷാ ഇന്റർനാഷണൽ 13-ാം നമ്പർ മുറിയിലുണ്ടാവും. ഓക്കെ? ഇതാര്? മേഴ്സിയോ? വാ 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 വാ. സത്യം പറയാലോ, മേഴ്സി ഒരു ഞാൻ ഓർത്തില്ല. ഇതെന്താ? ഇതൊരുപാട് കാശുണ്ടല്ലോ. എനിക്ക് തരാൻ കൊണ്ടുവന്നതായിരിക്കും. ഞാൻ ചോദിച്ചില്ലെങ്കിലും മേഴ്സി എന്റെ ബുദ്ധിമുട്ടറിഞ്ഞ് കൊണ്ടു തന്നല്ലോ. താങ്ക്സ്. വന്ന കാലം നിൽക്കാതെ ഇരിക്കും മേഴ്സി. ആ നേറ്റീവ് തരൂ, എനിക്ക് പോണം. അപ്പൊ ഞാൻ ചോദിച്ച കാര്യം? അത് സാധിക്കുമെന്ന് നീ ഒരിക്കലും കരുതണ്ട. ഞാനിന്നൊരു ഭാര്യയാണ്. അല്ലെങ്കിൽ തന്നെ നിന്നെ പോലെ ഒരു... അയ്യോ, കഠിനമായ വാക്കുകളൊന്നും പ്രയോഗിക്കല്ലേ. തിരിച്ചെടുക്കാൻ പറ്റാതെ വരും. കാം ഡൗൺ ബേബി, കാം ഡൗൺ. മേഴ്സി, മേഴ്സി. എന്താ ആശാനെ ഹോട്ടലിന്റെ മുന്നിൽ നിന്നൊരു തിരുവാരക്കളി? ആ, ദാനോ? ഒരു പെൺകൊച്ച് ഈ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി പോകുന്നതാണ്. കണ്ടിട്ട് മേഴ്സിയെ പോലെ ഇരിക്കുന്നു. വേറെ ആരെങ്കിലും ആയിരിക്കും. മേഴ്സിയോ? ഞാൻ ഉണ്ടായിരുന്നല്ലോ ഇത്രയും നേരം ഇവിടെ. അത് വേറെ വല്ലതായിരിക്കും. എടോ, കാണുന്ന പെമ്പിള്ളേരെല്ലാം സ്വന്തം ഭാര്യമാരെന്ന് തോന്നുന്നത് അത്ര നല്ല ശീലമൊന്നും അല്ല. ഒന്ന് പോടോ അവിടുന്ന്. അല്ല, താനെന്താ ഇവിടെ ഒരു ചുറ്റിക്കളി? ശരി, കാണാം. ഓക്കെ. ഗുഡ് ഈവനിങ് സാർ. ഗുഡ് ഈവനിങ്. ശങ്കർലാലിന്റെ മുറി ഏതാ? ഡബിൾ സോൺ അല്ലേ? അതെ. സാറിന്റെ വൈഫ് ഇപ്പോഴും മോഡലിംഗ് ഒക്കെ ചെയ്യുന്നുണ്ടല്ലേ? ഇല്ലല്ലോ. എന്താ? അല്ല, അജിത് സാറിന്റെ കൂടെ മുറി കണ്ടപ്പോ ഞാനോർത്ത് വല്ല ഫോട്ടോ എടുക്കാനും മറ്റു വന്നതാണെന്ന്. കേട്ടോ മനസ്സിലായി, ഇന്ന് ഹോട്ടൽ ഷായിൽ വെച്ച് രസമുണ്ടായി. ഞാൻ അങ്ങോട്ട് ചെല്ലുമ്പോ ഒരു പെൺകുച്ച് നടന്നു പോകും. കണ്ടാ തന്നെ പോലെ തന്നെ ഇരിക്കും. ആ നടപ്പ് പോലും ഉണ്ട്. ഞാൻ രാവിലെ പുറയുന്ന കൈവിട്ട് വിളിച്ചു. ദൈവാധീനം കൊണ്ട് ആ കൊച്ചു തിരിഞ്ഞു നോക്കിയില്ല. തിരിഞ്ഞു നോക്കിയിരുന്നെങ്കിൽ എന്റെ മുഖത്തിന്റെ ഷേപ്പ് മാറിപ്പോയാൻ. അവസാനം റിസപ്ഷനിൽ ചെന്നപ്പോഴാണ് വിവരം അറിയുന്നത്. റിസപ്ഷനിസ്റ്റ് എന്നോടൊരു ചോദ്യം, സാറിന്റെ ഭാര്യ ഇപ്പോഴും മോഡലിങ്ങിന് പോകുന്നുണ്ടോ? നിന്നെ അവർ അജിത്തിന്റെ മുറി വെച്ച് കണ്ടത്രേ. അജിത്തിന്റെ പേര് പറഞ്ഞപ്പോഴാണ് പിന്നെ എനിക്ക് മനസ്സമാധാനമായത്. അവനേതെങ്കിലും ലോക്കൽ അലവലാതെ വളച്ചോണ്ട് വന്നതായിരിക്കും. കള്ളറാസ്കൽ. ഇനി താനമറ്റാണോ? ഓ, മുഖം കണ്ടില്ലേ? കിരിയാത്ത കഷായം കുടിച്ച മാതിരി. ഞാൻ ഒരു തമാശ പറഞ്ഞല്ലേ. എനിക്കെന്താ സുഖമില്ലേ? പനിയുണ്ടോ? എന്തോ നല്ല സുഖം തോന്നില്ല. ആ, നല്ല സുഖം തോന്നാത്തതിനാണ് അസുഖം എന്ന് പറയുന്നത്. എനിക്ക് ഇന്നലെ സംശയം ഉണ്ടായിരുന്നു. നാളെ
നമുക്കൊന്ന് ഡോക്ടറെ കാണാം. ഉം? ഉറങ്ങിക്കോ. കള്ളി പറ്റിച്ചളഞ്ഞല്ലോ. എന്താ സമയം? ചെലവെപ്പോഴാ? തമ്പുരാന്റെ വംശം അന്യം നിന്നു പോകാതിരിക്കാൻ ഒരു അനന്തരാവകാശി പിറക്കാൻ പോകുന്നു. Really? വേണ്ട വേണ്ട, പ്രകടനമൊക്കെ വീട്ടിൽ ചെന്നിട്ട്. ഇതേ ആശുപത്രിയാ. ഹലോ, കുറെ പണം തന്നെ ഒതുക്കാമെന്ന് കരുതിയല്ലേ? അന്ന് വലിയ ശീലാവതിയെ പോലെ ഇറങ്ങി ഓടിയല്ലോ. നിനക്കറിയാം, ഒരു വാക്കന്ന് ഞാൻ രവിവർമ്മയോട് പറഞ്ഞിരുന്നെങ്കിൽ ഇന്ന് നീ വീട്ടിൽ കാണത്തില്ല. നിങ്ങൾ എന്തിനാ ഇവിടെ വന്നത്? പോകൂ, പോകാൻ. അജിത്, പ്ലീസ്. രവിയേട്ടൻ ഇപ്പൊ വരും. നിങ്ങൾ എന്റെ ജീവിതം തകർക്കരുത്. പണം എത്ര വേണമെങ്കിലും ഞാൻ തരാം. ദയവേത് നിങ്ങൾ ഇവിടുന്ന് പോകൂ. എനിക്ക് വേണ്ടത് എന്താണെന്ന് ഞാൻ നേരത്തെ നിന്നോട് പറഞ്ഞു. ഒന്നല്ല, പല പ്രാവശ്യം. I want you. ഹലോ, ഇതാര്? ഒന്ന് ഫോൺ ചെയ്തിരുന്നെങ്കിൽ ഞാൻ അങ്ങോട്ട് വരുമായിരുന്നല്ലോ. ഹണിമൂൺ രാത്രി ഒന്നും വേസ്റ്റ് ചെയ്യരുത് കേട്ടോ. ഇരിക്കാം. എന്ത് പറ്റി? ഓ, പ്രണയകലഹമായിരിക്കും ആശാന്റെ പ്രോബ്ലം. അത് സോൾവ് ചെയ്യാനേ ഒരു പണിയുണ്ട്. താനെന്ന് എന്റെ വീട്ടിൽ വന്നിരുന്നോ? ഞാനും ഇല്ല. ഇന്നത്തെ ദിവസം ഞാൻ ഈ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടില്ല. തനിച്ചിരുന്ന 5 സിനിമ ഉണ്ട്. 6ാമത്തെ എന്റെ ക്ലൈമാക്സ് ആയപ്പോഴാണ് തന്റെ വരവ്. ഇതാ പിടി. നീ വീടിന് പുറത്തിറങ്ങിയിട്ടില്ല അല്ലേ? ഞാനില്ലാത്തപ്പോ എന്റെ വീട്ടിൽ നിൽക്കുന്ന കാര്യം? അതെ, നിന്റെ ഭാര്യ മേഴ്സിയില്ലേ, അവളോട് ചോദിക്കാം. ഞാൻ നിന്റെ വീട്ടിൽ വരുന്ന എന്തിനാണെന്ന് നിനക്കറിയണം അല്ലേ? നോക്കടാ നിന്റെ തമ്പുരാട്ടിയുടെ മഹത്വം. ഇതും പോരെങ്കിൽ പറ. നീ പറയുന്ന സ്ഥലത്ത് ഞാൻ അവളെ വരുത്താം. കാണുന്നു നിനക്ക്? നിന്നെ ഞാൻ എല്ലാം പറയാൻ രവിയേട്ട. ഇനി നീ ഒന്നും പറയണ്ട. എല്ലാം ഞാൻ അറിഞ്ഞു. എനിക്ക് തൃപ്തിയായി. അറിഞ്ഞതൊന്നും സത്യമല്ല രവിയേട്ട. ഞാൻ രവിയേട്ടനെ വഞ്ചിച്ചിട്ടില്ല. മതി. ഞാനൊരു മൃഗമായി പോകുന്നതിന് മുമ്പ് ഇവിടുന്ന് പോയിക്കോളൂ. രവിയേട്ട, നമ്മൾ തമ്മിലുള്ള ബന്ധം ഇന്ന് അവസാനിക്കുകയാണ്. ഈ രാത്രി തന്നെ. എവിടെ പോകണമെന്ന് വെച്ചാൽ പറഞ്ഞോളൂ, ഞാൻ തന്നെ കൊണ്ടുവിടാം. എന്നെ പറഞ്ഞേക്കരുത് രവിയേട്ട. ഈ കൈകൾ കൊണ്ട് വേണമെങ്കിൽ എന്നെ കൊന്നോളൂ. എന്നാലും നിന്നെ കൊല്ലണമെന്ന് കരുതി തന്നെയാണ് ഞാനിവിടെ വന്നത്. പക്ഷേ എനിക്കതിന് കഴിയുന്നില്ല.
കാരണം ഈ ലോകത്ത് മറ്റെന്തിനേക്കാൾ വരുന്നത് ഞാൻ സ്നേഹിച്ചു. മേഴ്സി പ്ലീസ്, എന്റെ നിയന്ത്രണം തെറ്റുന്നതിന് മുമ്പ് ഇവിടെ നിന്ന് പോകൂ.